അപ്പൊ ആ രൂപത്തിൽ ഒരു ചാണുയരത്തിൽ ഇസ്ലാം പറഞ്ഞ നിലക്കുള്ള ഖബറടക്കം പൂർത്തിയായി. ആ നേരത്തെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഖബറിൽ കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടി അതാ ആ ഖബറടക്ക ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ള മുസ്ലിമീങ്ങൾ അതിന്റെ ചുറ്റുഭാഗത്തും നിന്നുകൊണ്ട് ആ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്ത് പിരിയേണ്ടതുണ്ട്. മയ്യത്തിന്റെ ഖബറിന്റെ അടുക്കൽ നിന്നുകൊണ്ട് ഖബറടക്കം നടന്നാൽ ആ ഖബറടക്കം നടന്ന് തിരിച്ചു പോരുന്നതിന്റെ മുമ്പായി ആ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഫറഗ മിൻ ദഫനിൽ മയ്യിത്തി, മയ്യിത്ത് മറമാടി കഴിഞ്ഞതിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ വഖഫ അലൈഹി, അവിടെ നിന്നുകൊണ്ട് അവിടുന്ന് പറഞ്ഞു ഇസ്തഗ്ഫിറൂ ലി അഖീകും വസലൂ ലഹു തസ്ബീത് ഫഇന്നഹുൽ ആന യുസ്അലൂ, നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ പൊറുക്കലിനെ ചോദിക്കണേ. വസലൂ ലഹു, അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ അല്ലാഹുവോട് ചോദിക്കണേ. അത്തസ്ബീത്, സ്ഥൈര്യത്തിന് വേണ്ടി അല്ലാഹുവോട് നിങ്ങൾ ചോദിക്കണേ. കാരണം ഫഇന്നഹു, നിശ്ചയമായും ഇപ്പോൾ ആ മയ്യത്ത് യുസ്അലു, ചോദിക്കപ്പെടുന്ന നേരമാണ്. അതാ ഖബറിലൊക്കെ പെട്ട് കഴിയുന്ന നേരത്ത് മലക്കുകൾ ചോദ്യത്തിന് വേണ്ടി വരുന്ന നേരമാണ്. ആ സന്ദർഭത്തിലതാ പിരിഞ്ഞു പോകുന്നതിന്റെ മുമ്പേ മുസ്ലിമീങ്ങളതാ അവിടെ ചുറ്റുഭാഗത്തു നിന്നുകൊണ്ട് അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നു, അല്ലാഹുവിനോട് അവർ ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്നു. അതിനാണ് പ്രിയപ്പെട്ടവരെ തസ്ബീത്ത് എന്ന് പറയുന്നത്. തസ്ബീത്ത് എന്നാണ് അതിന് പറയാ. നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിൽ പണ്ട് കണ്ടിരുന്ന സമ്പ്രദായം ഇതല്ല. ഈ സ്ഥാനം ഇതങ്ങ് മാറ്റിയിട്ട് ഒരു തൽഖീൻ എന്ന് പറയുന്ന സമ്പ്രദായമാണ് കണ്ടുവന്നിരുന്നത്. എന്താണ് തൽഖീൻ എന്ന് പറഞ്ഞാൽ, ഈ ഖബറടക്കം നടന്നു കഴിഞ്ഞാൽ ഒരു മുസ്ലിയാർ ഖബറിന്റെ തലക്കുഭാഗത്ത് ഇരിക്കുകയും എന്നിട്ടതാ ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യനെ ഇന്ന ഉമ്മയുടെ മകനായ മനുഷ്യ, താങ്കളിതാ ഭൂമിയിൽ നിന്ന് ആഖിറത്തിലേക്കുള്ള യാത്രയായ ഖബറിൽ ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. അതാ നിങ്ങളിതാ ഇപ്പോൾ ഇങ്ങനെ കിടക്കുന്ന ഈ നേരത്ത് നിങ്ങളുടെ അടുക്കൽ ചോദ്യം ചെയ്യാൻ വേണ്ടി മലക്കുകൾ വരുന്നു. ആ മലക്കുകൾ വന്നുകൊണ്ട് നിങ്ങളോട് മൻ റബ്ബുക എന്ന് ചോദിക്കും, നബിയാരെന്ന് ചോദിക്കും, ദീനേരെന്ന് ചോദിക്കും, ഇമാമാരെന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോ ഫഖുല്ലഹുമാ, ആ മലക്കുകളോട് നീ മറുപടി പറഞ്ഞോളൂ, ബിഖൗലിൻ ഫസീഹ്, വളരെ സ്ഫുടമായ നിലയ്ക്ക് നീ ആ മലക്കുകൾക്ക് മറുപടി കൊടുക്കണം. അല്ലാഹു റബ്ബി, എന്റെ റബ്ബ് അല്ലാഹയാണ്, മുഹമ്മദുൻ നബി, എന്റെ നബി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്, വൽ ഇസ്ലാമു ദീനി, എന്റെ മതം ഇസ്ലാമാണ്, വൽ ഖുർആനു ഇമാമി, എന്റെ ഇമാം ഖുർആനാണ്, വൽ മുഅ്മിനൂന ഇഖ്വാനി, സത്യവിശ്വാസികൾ എന്റെ സഹോദരങ്ങളാണ്, വൽ മുഅ്മിനാതു അഖവാതി, സത്യവിശ്വാസിനികൾ എന്റെ സഹോദരിമാരാണ്, വൽ കഅബതു ഖിബ്ലതി, എന്റെ ഖിബില കഅബയാണ്. എന്നിങ്ങനെ ഓരോ ചോദ്യത്തിനും നീ അങ്ങ് മറുപടി പറഞ്ഞോ എന്ന് ചോദ്യവും ഉത്തരവും ഖബറിന്റെ പുറത്തു നിന്നുകൊണ്ട് പറഞ്ഞു കേൾപ്പിച്ചു കൊടുക്കുന്ന സമ്പ്രദായത്തിനാണ് തൽഖീൻ എന്ന് പറയുന്നത്. ലഖന എന്ന് പറഞ്ഞാൽ ചൊല്ലിക്കൊടുത്തു എന്നാണ്. തൽഖീൻ എന്ന് പറഞ്ഞാൽ ചൊല്ലിക്കേൾപ്പിക്കൽ എന്നാണ്. അങ്ങനെ ചൊല്ലിക്കേൾപ്പിക്കുക, ചൊല്ലിക്കൊടുക്കുക. ഇസ്ലാം അനുവദിച്ച ഒരു തൽഖീനേ ഉള്ളൂ. അതെന്താണ്? ലഖിനൂ മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങളിൽ ഒരാൾക്ക് മരണം ആസന്നമായി കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കണേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാളുടെ അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ അത് ഏറ്റവും പുണ്യമുള്ള ഒരു കാര്യമാണല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ മരിക്കുന്നതിന്റെ മുമ്പേ മരണാസന്നനായ രോഗിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കണം എന്നതല്ലാതെ മയ്യത്ത് ഖബറിൽ വെച്ചതിന്റെ ശേഷം, അതാ ഖബറടക്കം നടന്നതിന്റെ ശേഷം ഒരാൾ പുറത്തുനിന്ന് നിങ്ങളുടെ അടുക്കൽ ഇപ്പൊ മലക്കുകൾ വരും, ഇന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കും, അതിന് ഇന്ന ഉത്തരങ്ങളൊക്കെ പറയണേ എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന, ചൊല്ലിക്കൊടുക്കുന്ന സമ്പ്രദായം ഇസ്ലാമികമല്ല. അതാ നമ്മുടെ നാട്ടിലൊക്കെ നടക്കാറുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഒരു തൽഖീൻ എന്ന് പറയുന്ന സമ്പ്രദായം നടക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടില്ല, സ്വഹാബത്ത് ചെയ്തിട്ടില്ല.
വലൗ കാന ഖൈറൻ ലസബഖൂനാ ഇലൈഹി. ഒരു പൊതു തത്വമാണത്. ഖൈറായ കാര്യമായിരുന്നു അതെങ്കിൽ അത് നബി ചെയ്യും, സഹാബത്ത് ചെയ്യും, സംശയം വേണ്ട. എന്നാൽ ആ സ്ഥാനത്ത് എന്താണ് വേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങൾ ചോദ്യവും ഉത്തരവും ആ മയ്യത്തിനെ വിളിച്ചു പറഞ്ഞു കൊടുക്കണേ എന്നാണോ പറഞ്ഞത്? അതല്ല, മറിച്ചവിടുന്ന് പറഞ്ഞത് എന്താണ്? ഇസ്തഗ്ഫിറൂ ലിഅഖീകും, നിങ്ങളുടെ സഹോദരന് വേണ്ടി അല്ലാഹുവോട് പൊറുക്കലിനെ തേടണേ. വസലൂ ലഹു, അദ്ദേഹത്തിന് തസ്ബീത, സ്ഥൈര്യം കിട്ടാൻ, അദ്ദേഹത്തിന് അതാ ഖബറിൽ പ്രത്യേകമായി ഒരു കരുത്ത് കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ. കാരണം ഇപ്പോൾ അദ്ദേഹം ചോദിക്കപ്പെടുകയാണ്. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം? അവിടെ കൂടിയ ആളുകൾ അല്ലാഹുവോട് ദുആ ചെയ്യണം. ആ അർത്ഥവും ആശയവും വരാവുന്ന ഏതു പ്രാർത്ഥനകളും നമുക്ക് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇസ്തിഗ്ഫാറും തസ്ബീത്തിനും വേണ്ടി ചോദിക്കലാണ്. ആ ഉദ്ദേശം കിട്ടുന്ന ഏത് പ്രാർത്ഥനകളും നമുക്ക് ചൊല്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇന്ന ഇന്ന പ്രാർത്ഥനയെ ചൊല്ലാവൂ എന്ന് പറഞ്ഞിട്ടില്ല. മയ്യത്തിന് പുറത്തു കൊടുക്കണേ, മയ്യത്തിന് ധൈര്യം നൽകണേ, സ്ഥൈര്യം നൽകണേ എന്നൊക്കെ അർത്ഥം വരാവുന്ന അതിനോട് യോജിക്കുന്ന ഏത് പദങ്ങളും ഉണ്ടാം. ഏത് പദങ്ങളും കൊണ്ടും അത് ചെയ്യാം. നമ്മുടെയൊക്കെ നാടുകളിൽ നിന്ന് പ്രചാരത്തിലുള്ള ഒരു പ്രാർത്ഥനാ രീതിയുണ്ട്. അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദസ്സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈഹി, അല്ലാഹുമ്മഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസൽ. ഇങ്ങനെ ഒരു 5 പദങ്ങൾ, ഒരു 5 വാചകങ്ങൾ പ്രാർത്ഥനകളായി നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിൽ അങ്ങനെ ചെയ്യാറുണ്ട്. വിരോധമില്ല. എന്നാൽ അങ്ങനെയേ പറ്റൂ, ആ പ്രാർത്ഥനകൾ തന്നെ പറ്റൂ എന്നൊന്നും ആരും ശാഠ്യം പിടിക്കേണ്ടതില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു പ്രത്യേക പ്രാർത്ഥനയോ വാചകങ്ങളോ ഒന്നും അല്ലാതെ അവിടുന്ന് പറഞ്ഞ ഈ ഉദ്ദേശം ലഭിക്കുന്ന ഏതു പ്രാർത്ഥനകളും നമുക്കവിടെ വെച്ച് എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ അറിയണം, ചില ആളുകൾ പറയും നിങ്ങൾ മുജാഹിദിന്റെ പ്രസംഗം കേട്ടുപോകരുത്, അവരുടെ പുസ്തകങ്ങൾ വായിക്കരുത്, അവരുമായി ബന്ധപ്പെടരുത്. കാരണം എന്തെന്നല്ലേ? അവരും മരിച്ചു കഴിഞ്ഞാൽ ഉമ്മയോ ഉപ്പയോ ബന്ധുക്കളോ ആരോ ആകട്ടെ മരിച്ച് മണ്ണ് 3 എണ്ണം വാരിയിട്ടിട്ട് കയ്യും കൊട്ടി പിരിഞ്ഞു പോവുകയല്ലാതെ ആ ഖബറിൽ കിടക്കുന്ന വ്യക്തിയുടെ ശാന്തിക്ക് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ശിർക്കാണെന്ന് വിശ്വസിക്കുന്നവരാണ്. പ്രാർത്ഥിക്കുന്നത് തെറ്റാണെന്ന് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ നമ്മെ ഖബറടക്കിയിട്ട് അവരങ്ങ് വെറുതെ മടങ്ങിപ്പോരും എന്നതല്ലാതെ നമുക്ക് വേണ്ടി അല്ലാഹുവോട് ചോദിക്കാൻ മുജാഹിദുകൾ തയ്യാറില്ല. അത് പാടില്ലെന്നാണ് അവർ പഠിപ്പിക്കുന്നത് എന്ന് പച്ചക്കള്ളം ഈ സമുദായത്തിന്റെ മുമ്പിലേക്ക് സ്റ്റേജുകളിലൂടെ, പേജുകളിലൂടെ ആ രൂപത്തിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കക്ഷികളുണ്ട്. അവരെ കരുതിയിരിക്കണം എന്നതിനാണ് ഈ കാര്യം നിങ്ങളുടെ മുമ്പാകെ പ്രത്യേകം ഇപ്പോൾ ഓർമ്മപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, ഖബറാളിയോട് പ്രാർത്ഥിക്കരുത് എന്നാ പറഞ്ഞത്. ഖബറിന്റെ സമീപത്ത് പോയിട്ട് ഖബറാളിയോട് പ്രാർത്ഥിക്കരുത്, ഖബർ തൊട്ട് വന്നിക്കരുത്, ഖബർ മുത്തരുത്, അവിടെ തവാഫ് ചെയ്യരുത്, അവിടെ വിളക്ക് കൊളുത്തരുത്. ഖബറാളിയെ വിളിച്ചുകൊണ്ട് എന്റെ രോഗം ശിഫയാക്കണേ, എന്റെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു തരണേ എന്നിങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ അവരോട് ഖബറിങ്ങിൽ പോയി തേടുന്ന സമ്പ്രദായമാണ് സിയാറത്ത് എന്ന ഓമന പേരിട്ടുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടത്തുന്ന ശിർക്കൻ ഖബർ സിയാറത്തുകൾ. അത് പാടില്ല, അത് തെറ്റാണെന്നാണ് മുജാഹിദുകൾ ജനങ്ങളോട് പറയുന്നത്. അതവിടെ മറച്ചു വെച്ചിട്ട് അതിന്റെ പേരിൽ പിന്നെ ഇക്കൂട്ടർ പ്രചരിപ്പിക്കുന്നത് എന്താണ്? കണ്ടോ, മുജാഹിദുകൾ ഖബർ സിയാറത്തിനെതിരാണ്. ഖബറിങ്ങൾ പോയിട്ട് ആ ഖബറിൽ കിടക്കുന്ന സഹോദരീ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് പ്രചരിപ്പിക്കുന്ന കക്ഷികളാണ്. അതുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ പെട്ടുപോകല്ല, അവരുമായി ബന്ധം പാടില്ല എന്നൊക്കെയാണ് അവര് കുപ്രചരണങ്ങൾ അഴിച്ചുവിട്ടിരിക്കുന്നത്. സൂക്ഷിക്കണം. വസ്തുത എന്താണ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആ ഖബറിൽ കിടക്കുന്ന വ്യക്തിയോട് നിന്നെ വിളിച്ചാൽ നിന്റെ അടുക്കൽ മലക്കുകൾ വരും, നിന്നോട് ചോദ്യം ചോദിക്കും, അതിനിന്ന ഉത്തരം പറയണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടില്ലാത്തത് കൊണ്ട് അത് ബിദ്അത്താണ്, പുതിയ നിർമ്മിതമായ ആചാരമാണ്. അതേ അവസരത്തിൽ